നമസ്കാരം. ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജിജി ജോസഫ് ഈ കഴിഞ്ഞ ദിവസം വളരെ രസകരമായ, എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ക്രൈസ്തവ സഭകളെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് UDFൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നൽകിയിട്ട് BJPയോട് പലിശ ചോദിക്കരുത് എന്നായിരുന്നു. കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് UDFന് നൽകിയിട്ട് BJPയോട് പലിശ ചോദിക്കരുത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഈ വാക്കുകൾ രസകരമാണ്. കേൾക്കുമ്പോൾ നമുക്കൊരു കൊള്ളാം, നല്ലൊരു രാഷ്ട്രീയ പ്രസ്താവനയാണ് എന്ന് തോന്നും. ഇനി അങ്ങോട്ട് പറയുവാൻ പോകുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമാണ്, നിയമമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ധാർമ്മികതയോ ഒന്നുമല്ല. കാരണം രാഷ്ട്രീയത്തിൽ ഒരു ധാർമ്മികതയ്ക്കും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് BJPയുടെ എതിരാളികൾ തന്നെയാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കതിന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കും വാക്കുകൾക്കും നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും അധികാരമുണ്ട് എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ വിശ്വാസം. BJP പ്രവർത്തകരും നേതാക്കളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ജിജി ജോസഫിൻ്റെ ഈ ഒരു പ്രസ്താവനയിലേക്ക് തിരികെ വന്നാൽ, ഇത് രസകരമെന്നുള്ളതിനപ്പുറം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രസ്താവനയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ക്രൈസ്തവ സഭകളുടെ പൊതുവെയുള്ളൊരു മനോഭാവം BJP വിരുദ്ധമാണ്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, നിരവധി പാതിരിമാരും വികാരിമാരും എല്ലാം പരസ്യമായി തന്നെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്നത് നാം കണ്ടതാണ്. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നൊരു ഉദാഹരണം, ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അബിൻ വർക്കി, വീണ ജോർജ്, അവർ രണ്ടുപേരും നമ്മുടെ സഭയുടെ ആൾക്കാരാണ് എന്ന ഓർത്തഡോക്സ് സഭയിലെ പാതിരിമാരും ബിഷപ്പുമാരും പരസ്യമായി മാധ്യമങ്ങളോട് പ്രഖ്യാപിക്കുന്നത് നാം കണ്ടതാണ്. കുമ്മനം രാജശേഖരൻ എന്നൊരു വ്യക്തി അവിടെ മത്സരിക്കുന്നേ ഇല്ല എന്നുള്ള ഭാവത്തിൽ, അതായത് നിങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ഇവരിൽ രണ്ടുപേരിൽ ആർക്കെങ്കിലും ചെയ്തോളൂ എന്നുള്ള പരസ്യമായൊരു ആഹ്വാനം തന്നെയായിരുന്നു ഇവരുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ. ശരിയാണ്, പാതിരിമാർക്കും വികാരിമാർക്കും രാഷ്ട്രീയമായിക്കൂടെ, ആകാം. പക്ഷേ സംഘടിതമായിട്ടുള്ളൊരു മതസംവിധാനമാകുമ്പോൾ, അവർ രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ അവർക്ക് നേരെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും സ്വാഭാവികമാണ്. അത് ജിജി ജോസഫിനെ പോലൊരാൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യൻ സഭകളല്ല, ക്രിസ്ത്യാനികൾ കൂടുതൽ തെളിമയോടുകൂടി BJPയെ സ്വീകരിച്ചു തുടങ്ങി. ക്രിസ്ത്യൻ സഭകളുടെ മനോഭാവം എന്തായാലും, അവരുടെ ഒരു മുന്നോട്ടുള്ള പോക്കിൻ്റെ മാർഗരേഖ എന്തു തന്നെയായാലും, ക്രിസ്ത്യൻ സമൂഹം ഒരുപക്ഷെ സഭകൾക്ക് നിന്ന് വിരുദ്ധമായിട്ടുള്ള ഒരു ചിന്താസരണി രൂപീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജിജി ജോസഫിൻ്റെ പ്രസ്താവനയിലേക്ക് തിരികെ വന്നാൽ, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിക്കണം. FCRA നിയമ ഭേദഗതിക്കെതിരെ തിരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ പാതിരിമാർ ഇപ്പോൾ മൗനത്തിലാണ്. കാരണം ഇപ്പോൾ നിലവിലുള്ള ചട്ടങ്ങൾ കൂടുതൽ കർശനമാക്കിയതോടുകൂടി അവർക്ക് അതിൻ്റെ അപകടം മനസ്സിലായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പംപ്ലാനി വികാരിയോ ആരോ ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു ബൈറ്റ് ഞാൻ കേട്ടതാണ് പറയുന്നത്, അങ്ങനെ ഇപ്പോൾ FCRA നിയമത്തിനെ ഞങ്ങളങ്ങനെ എതിർക്കുന്നതൊന്നുമില്ല. കാരണം ഈ മൊത്തമുള്ള ഈ വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരു 15% മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻ സഭകളുടേതായിട്ട്. ബാക്കിയുള്ളൊരു 85% ഹൈന്ദവ സംഘടനകളൊക്കെയാണ് നടത്തുന്നത്. അതായത് ഹൈന്ദവ സംഘടനകളിൽ ആർക്കെങ്കിലും ഇതിനോട് പരാതി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേരൂ എന്നുള്ളൊരു ആഹ്വാനത്തിനും അപ്പുറം, ഞങ്ങൾക്ക് ഇതുകൊണ്ടല്ല ഞങ്ങളിത് ചെയ്യുന്നത്, ഞങ്ങൾക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നതിനല്ല ഞങ്ങളിത് ചെയ്യുന്നത്. തന്നെയുമല്ല, ആന്തരികമായി സഭകളെല്ലാം ചേർന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട് BJP ഇനി കൂടുതൽ പ്രകോപിപ്പിക്കരുത് എന്ന കാര്യത്തിൽ. കാരണം ഈ FCRA നിയമം ആത്യന്തികമായി ബാധിക്കുന്നത് അവരെയാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും 15% ഉള്ളൂ എന്ന്. പക്ഷേ 100ൽ 15 അവരുടെയാണ്. മറുവശത്തുള്ള 85 ഏകീകൃതമായിട്ടുള്ളൊരു സംവിധാനവുമല്ല. കാര്യത്തോടടുക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും ലത്തീൻ കത്തോലിക്ക സഭയും എന്തിന് CSI ചർച്ച് പോലും ഒന്നാണ്. കാര്യത്തോടെടുക്കുമ്പോൾ എന്താണ് കാര്യമെന്നുള്ളത് അവർക്ക് തീരുമാനിക്കേണ്ട കാര്യമാണ്, അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി ഇവരുടെ ഒരു രാഷ്ട്രീയ മനോഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനും ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയെ വേദിയിലിരുത്തി, രാഹുൽ ഗാന്ധിയാണ് ജനാധിപത്യത്തിൻ്റെ പ്രതീക്ഷ, ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ഏക പ്രതീക്ഷ രാഹുൽ ഗാന്ധിയാണെന്ന് പരസ്യ പ്രസ്താവന നടത്തുന്ന പാതിരിമാരെ നാം കണ്ടിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും ആ വീഡിയോകൾ പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, അത്തരത്തിലുള്ള രാഷ്ട്രീയ വിശ്വാസം കൊണ്ടു നടക്കുവാനായിട്ട് ഏതൊരു പാതിരിക്കും, ഏതൊരു ബിഷപ്പിനും, ഏതൊരു മൗലവിക്കും, ഏതൊരു പൂജാരിക്കും അധികാരമുണ്ട്. പക്ഷേ അമ്പലത്തിൽ വരുന്ന ഭക്തന്മാരോട് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ ശ്രീകോവിലിനകത്തിരുന്നൊരു പൂജാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായൊരു കാര്യമാണ്. സഭകളുടെ കാര്യം പറഞ്ഞാൽ, രാഷ്ട്രീയപരമായിട്ട് ഇടയലേഖനം ഇറക്കിപ്പോലും ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യരുത് എന്ന് അനുശാസിച്ച കുഞ്ഞാടുകളോട് അവരുടെ ഇടവകയിലുള്ള
ക്രിസ്ത്യാനികളോട് അനുശാസിച്ച കാലമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമായതുകൊണ്ട് കുറച്ചുകൂടി ഇവയെല്ലാം പെട്ടെന്ന് പരസ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ പരസ്യമായി വെളിപ്പെട്ടേക്കാം എന്നുള്ള ഭീതി കൊണ്ടും അവർ ഒരു ഒളിയും മറയിലൂടെയാണ് ഇത് ചെയ്യുന്നത്. തന്നെയുമല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സഭകളുടെ അല്ലെങ്കിൽ പള്ളിയിൽ നിന്നുള്ള അനുശാസനങ്ങൾ അനുസരിക്കുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണവും കുറഞ്ഞു വരികയാണ്. എന്നാൽ പോലും സംഘടിതമായ ഒരു വോട്ട് ബാങ്ക് തങ്ങളുടെ പിന്നിൽ ഇപ്പോഴും ഉണ്ട് എന്ന് രാഷ്ട്രീയക്കാരെ ബോധ്യപ്പെടുത്തുവാൻ ഏറെക്കുറെ സഭകൾക്കാകുന്നു. പഴയ ഒരു പ്രതാപമില്ലെങ്കിൽ പോലും. കാരണം അവരുടെ സ്കൂളുകളുടെ മേലൊക്കെ ജിഹാദികൾ ചെലുത്തുന്ന സ്വാധീനം കൊണ്ട് തന്നെ അത് വ്യക്തമാണ്. പഴയ പ്രതാപം സഭയ്ക്കില്ല. ഇപ്പോഴുള്ള അവരുടെ ഏറ്റവും വലിയ പ്രശ്നം, അതും പാതിരിമാരുടെ പ്രശ്നമാണ്. സഭ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുവാനുള്ള ഒരു കൂട്ടായ്മയാണ്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് ക്രിസ്തുവിനും മേലെയാണ് സഭകളെന്നുള്ളതാണ്. ഒരു പഴയ പാട്ട് ഉണ്ട്, പുതിയ കുടുംബത്തിൻ കതിരൊളി വിരിയുന്നു, തിരുസഭ വിജയത്തിൻ തൊടുകുറി അണിയുന്നു. പുതിയൊരു കുടുംബമുണ്ടാകുമ്പോൾ വിജയിക്കുന്നത് സഭയാണ്, കർത്താവല്ല. ഇതൊരു സിനിമാ പാട്ടാണ്. പക്ഷേ അത് ആ സഭയുടെ ഒരു മനോഭാവവും അവർ രാഷ്ട്രീയപരമായി ക്രിസ്ത്യാനികളെ എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും ഈ പാട്ടിലെ 2-3 വരികൾക്കിടയിലുണ്ട്. കാരണം പുതിയൊരു കുടുംബം വരുമ്പോൾ സഭയിലേക്ക് അംഗങ്ങൾ കൂടുകയാണ്, വോട്ട് ബാങ്ക് കൂടുകയാണ്, അതാണ് വിജയത്തിൻ്റെ തൊടുകുറി അണിയുന്നത് എന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റിയ രീതിയിലായിരുന്നു സഭകളുടെ പ്രവർത്തനങ്ങൾ. അത്രത്തോളം ശക്തി ആ സഭകൾക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയും. ഞാൻ പറയും, സഭകളും അത് തന്നെ പറയും. പക്ഷേ അവർ അങ്ങനെ ഭാവിക്കില്ലെങ്കിൽ പോലും. അപ്പോൾ ഇപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്നൊരു മനോഭാവം, ഇപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പൊന്നുമില്ലല്ലോ, പതുക്കെ BJP സംസ്ഥാന അധ്യക്ഷനുമായിട്ടൊന്ന് ഒരു സമരസമുണ്ടാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചർച്ചയൊക്കെ നടത്തി കേന്ദ്രത്തിൽ നിന്ന്. ഇടക്കാലത്ത് BJP അത്തരത്തിലുള്ള ചില വിട്ടുവീഴ്ചകൾ ചെയ്തിരുന്നു. കാരണം ഇവർ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോൾ ശരി, ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് സംസാരിക്കാം. അത്തരത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ശരിക്കും BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയൊരു ചെറിയ പാളിച്ച എന്നുള്ളത്, തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ FCRA ഭേദഗതികൾ, നിയമ ഭേദഗതി നടപ്പാക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെ പിന്തുണയ്ക്കണമായിരുന്നു. PC ജോർജിനും ഷോൺ ജോർജിനും പിന്തുണയ്ക്കാമെങ്കിൽ BJP നേതൃത്വത്തിന് എന്താണ് അതിൽ ബുദ്ധിമുട്ട്? പക്ഷേ BJP നേതൃത്വത്തെ ഞാൻ വിമർശിക്കുകയല്ല, രാഷ്ട്രീയപരമായിട്ടും അവരുടെ ഒരു നീക്കം കൃത്യമായിട്ടുള്ള നീക്കം തന്നെയായിരുന്നു. പക്ഷേ സഭകളുടെ മനോഭാവം ഒരു ചതിയുടെ മനോഭാവമായിരുന്നു അക്കാര്യത്തിൽ. ഞങ്ങൾക്ക് ഭരണഘടനയാണ് വലുത്. ഭരണഘടനയാണ് വലുതെങ്കിൽ ഭരണഘടന അനുവദിച്ചിട്ടുള്ള അധികാരപ്രകാരമാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഈ നിയമം പാസ്സാക്കി രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച് രാജ്യത്തിൻ്റെ നിയമമാക്കുവാൻ പോകുന്നത്. അതിനോട് പരാതിയുണ്ടെങ്കിൽ തെരുവിലിറങ്ങി രാഷ്ട്രീയക്കാരെ വോട്ട് ബാങ്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുക അല്ല അതിൻ്റെ മാർഗം. സുപ്രീം കോടതിയിൽ പോകൂ, ഇത് ഭരണഘടനാനുസൃതമാണോ എന്ന് സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. അങ്ങനെ പോയാൽ കൃത്യമായിട്ട് ഇവർക്കറിയാം. കാരണം ഈ ഒരു വിദേശ ഫണ്ടുകൾ സ്വീകരിച്ച് അപ്പവും വീഞ്ഞും കഴിച്ച് ബെൻസയിലും കോണ്ടസാ ഇപ്പോൾ ഇല്ല, എന്നാലും ഈ പച്ചനെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ, ആനക്കാട്ടിൽ ഈ പച്ചനെ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ബെൻസയിലും കോണ്ടസായാലും ഒക്കെ കയറി നടക്കുന്ന ഈ മിനിമിനത്തെ കുപ്പായക്കാർക്ക് വിദേശ ഫണ്ടിലൊരു നിയന്ത്രണം വന്നാൽ എന്തിന് വാങ്ങുന്നു എന്ന് പറയണം. ആ പറയുന്ന കാര്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ഏത് പ്രദേശത്തേക്കാണോ ആ ഫണ്ട് വരുന്നത്, ഇപ്പോൾ കേരളത്തിലേക്കാണ് അത് വരുന്നതെങ്കിൽ ആ പ്രദേശത്ത് മാത്രമേ അത് വിനിയോഗിക്കുവാൻ പാടുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതി വരുവാൻ പോകുന്നത്, ഇങ്ങനെ വരുന്ന വിദേശ ഫണ്ടുകളിൽ ₹1 പോലും മതപരിവർത്തന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ പാടില്ല. ഇത്തരത്തിലുള്ള 4 നിയമങ്ങൾ വന്നാൽ തന്നെ ഈ ജീവകാരുണ്യ പ്രവർത്തനം, ആതുര സേവനം എന്നുള്ള അവകാശവാദങ്ങളുടെ എല്ലാം നട്ടലൊടിയുമെന്ന് തിരുസഭയ്ക്ക് അറിയാം, തിരുസഭകൾക്കറിയാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ക്രിസ്ത്യാനികൾ പരിഹസിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, രൂപത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപ തരൂ എന്നുള്ളത്. അതിരൂപത എന്ന് പറഞ്ഞാൽ കൂടുതൽ രൂപ തരൂ എന്നുള്ളതാണ്. അത്തരത്തിൽ വിദേശികളോട് ചോദിച്ച് രൂപത എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ വിദേശികൾ അവരുടെ എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി, നമ്മുടെ രാജ്യത്തിനുള്ളിൽ സാധിക്കുവാൻ വേണ്ടി ഫണ്ടുകൾ അയച്ച് സഭകളെ ഉപയോഗിക്കുന്ന രീതികൾക്കും എല്ലാം ഒരു അറുതി വരുവാൻ പോവുകയാണ് FCRA നിയമ ഭേദഗതികളോടുകൂടി. ഈ ചട്ടങ്ങൾ കർശനമാക്കിയതോടുകൂടി തന്നെ വല്ലാത്തൊരു അങ്കലാപ്പ് ഈ സഭകൾക്കുള്ളിലും വികാരികളുടെ ഇടയിലും പടർന്നിട്ടുണ്ട്. കാരണം ഫണ്ടുകളിൽ വരുന്ന നിയന്ത്രണം എന്ന് പറയുന്നത് കർശനമായ നിയമങ്ങളാണ്. ഞാനിപ്പോൾ പറഞ്ഞ 4 കാര്യങ്ങളുണ്ടല്ലോ, എന്തിന് ഫണ്ട് വാങ്ങുന്നു എന്ന് പറയണം, ഫണ്ട് അതിന് അങ്ങനെ പറയുന്ന കാര്യത്തിന് മാത്രമേ ആ ഫണ്ട് ഉപയോഗിക്കുവാൻ പാടുള്ളൂ. ഈ ഫണ്ട് ഏത് പ്രദേശത്താണോ വരുന്നത് ആ പ്രദേശത്ത് തന്നെ വിനിയോഗിച്ചിരിക്കണം. അതിനപ്പുറത്തേക്കുള്ള വിനിയോഗത്തിന് പ്രത്യേക അനുവാദം വേണം. മതപരിവർത്തനത്തിന് ₹1 പോലും ഇതിൽ ഉപയോഗിക്കുവാൻ പാടില്ല. ഈ പറഞ്ഞ 4 ഭേദഗതികളിൽ 3 ഈ ചട്ടം കർശനമാക്കിയതോടുകൂടി തന്നെ നിലവിലുണ്ട്. ഇനി വരുവാൻ പോകുന്നത് മതപരിവർത്തനത്തെ സംബന്ധിയായിട്ടുള്ള നിയമമാണ്.
ഭയപ്പെട്ടേ മതിയാവുകയുള്ളൂ വികാരികൾ. പക്ഷേ അവർക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അവർ ഇത്രയും കാലം BJPയോട് കാണിച്ചിരുന്ന ഒരു രാഷ്ട്രീയ മനോഭാവമാണ്, രാഷ്ട്രീയ ശത്രുതയാണ്. ആ ശത്രുതയെ പ്രതിയാണ് ഇദ്ദേഹം പറഞ്ഞത് ഫിക്സഡ് ഡെപ്പോസിറ്റ് UDFന് കൊടുത്തിട്ട് BJPയോട് പലിശ ചോദിക്കരുത്. പക്ഷേ ഇത്രയും കാലം ഈ NGOകളിലൂടെ രാജ്യത്ത് വിദേശ ഫണ്ടുകൾ ഇറക്കി ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരുന്ന സഭകളെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടേക്ക് ഒരു കഷ്ടകാലമാണ് വരുവാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിദേശ ഫണ്ടിങ്ങുകൾ രാജ്യത്തേക്ക് കുത്തിയൊഴുക്കി ഏതാണ്ട് 100 കോടിയോളം രൂപ നക്സൽ പ്രദേശങ്ങളിൽ വിതരണം ചെയ്ത് മാവോയിസ്റ്റ് ഭീകരവാദികളെ പരിപോഷിപ്പിക്കുവാൻ ശ്രമിച്ച തിമോത്തി ഇനിഷ്യേറ്റീവ് പോലുള്ള സംഘടനകൾ ഇപ്പോൾ നിയമത്തിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിദേശ ഫണ്ടിങ്ങിന് മേലുള്ള വിദേശത്ത് നിന്ന് വരുന്ന സംഭാവനകളുടെ പേരിലുള്ള നിയന്ത്രണം കർശനമാക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ചെറിയ ചെറിയ ഇളവുകൾ ആതുര സേവന സംബന്ധിയായിട്ട് പ്രദേശത്ത് നിന്ന് വിനിയോഗിക്കുവാൻ ഉള്ള അവകാശത്തിനും അപ്പുറത്തേക്ക് കേരളത്തിലേക്ക് വരുന്ന ഫണ്ട് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ ആതുര സേവനത്തിനായിട്ട് ഉപയോഗിക്കാം. പക്ഷേ കൃത്യമായിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും. അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇളവുകൾ കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ ചെയ്തേക്കും, വിട്ടുവീഴ്ചകൾ ചെയ്തേക്കും. പക്ഷേ അതിൽ പോലും BJP സംസ്ഥാന നേതൃത്വത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കിരൺ റിജ്ജു ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വളരെ കർശനമായ നിയമങ്ങൾ ഇതിന് വേണമെന്ന് വാശി പിടിച്ച് ഇപ്പോൾ അതുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും തീരുമാനിച്ചിരിക്കുന്നതും അതുതന്നെയാണ് എന്നാണ് അവരോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ തീരുമാനിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരും ആയതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, രാജ്യത്തിന് വിരുദ്ധമായൊരു തീരുമാനവും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല. ആവശ്യമെങ്കിൽ ഇപ്പോൾ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്നതിൽ നിന്നും കർശനമായ നിയമങ്ങൾ അവർ കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് പാതിരിമാരുടെ കാര്യം ഇനി അങ്ങോട്ടേക്ക് പണിയെടുത്ത് ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ കുഞ്ഞാടുകളുടെ കയ്യിൽ നിന്ന് പഴയ പോലെ പിരിവെടുത്ത് കുഞ്ഞാടുകളെ പരിപോഷിപ്പിക്കുവാനുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായി തിരികെ പോകേണ്ടി വരും. അല്ലാതെ കുഞ്ഞാടുകൾ പോലും വിഷയമല്ല. സ്ഥലക്കച്ചവടത്തിലും മറ്റുമൊക്കെ ഞങ്ങളെ ജിഹാദികൾ സഹായിക്കും, അല്ലെങ്കിൽ കപ്പേല കെട്ടുവാനുള്ള സമയത്ത് നമ്മുടെ ഷോപ്പിംഗ് മാൾ മുതലാളി ഞങ്ങൾക്ക് 2 കോടി രൂപ തരും. അത്തരത്തിലുള്ള പരിപാടികളൊന്നും ഇനി നടക്കുവാൻ പോകുന്നില്ല. കാരണം വിദേശ ഫണ്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ നീങ്ങുവാൻ പോകുന്നത് സ്വദേശ സംഭാവനകളിലേക്കാണ്. സ്വദേശ സംഭാവനകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഷോപ്പിംഗ് മാൾ മുതലാളികൾ അല്ലെങ്കിൽ ഗ്ലോറിഫൈഡ് സൂപ്പർ മാർക്കറ്റ് മുതലാളിമാർ എത്ര കോടി രൂപ നിങ്ങൾക്ക് സംഭാവന തരുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതുകൊണ്ട് വീണ്ടും പറയുന്നു, അദ്ദേഹം പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു, ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ജിജി ജോസഫ് പറഞ്ഞതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് UDFന് നൽകിയിട്ട് പലിശ BJPയോട് ചോദിക്കരുത്. BJP പലിശയായിട്ട് തിരികെ തരുന്നത് FCRA നിയമ ഭേദഗതികളായിരിക്കും എന്ന് കൃത്യമായി ഉറപ്പിച്ചോളൂ എന്ന് മാത്രമേ സഭകളോട് പറയാനുള്ളൂ. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. കാരണം FCRA നിയമത്തെ സംബന്ധിച്ച് നമ്മെ എല്ലാം ബാധിക്കുന്ന കാര്യമാണ്, സഭകളെ മാത്രം ബാധിക്കുന്നൊരു കാര്യമല്ല. അവരുടെ ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് പോലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായും കേരളത്തിനെയും ബാധിക്കുന്ന, രാജ്യത്തെ മുഴുവനായി രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. മതപരിവർത്തനവും അങ്ങനെ തന്നെ നമ്മുടെ ഒരു സംസ്കാരത്തെയും പൈതൃകത്തെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.